ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ സന്തോഷമാണോ മക്കളെ? ആണോ അല്ലയോ? യെസ്, യെസ് ഓർ നോ? യെസ്. കർത്താവ് വലിയ അഭിഷേകമാക്കി ഇത് മാറ്റിയിരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ അനവൻ്റെ പുസ്തകമാണ് ഇന്ന്. കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം വേണോ? വേണോ വേണ്ടയോ? വേണം വേണം. യേശുവെ സ്തുതിക്കുന്നു. സ്തുതിച്ചോണം. സ്തുതിച്ച് അഭിഷേകം കിട്ടാൻ പ്രാർത്ഥന. അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശക്തി. അതാണ് അപ്പോസ്തലരുടെ പ്രവർത്തനം 1:8 പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കും പറഞ്ഞേ? പരിശുദ്ധ ഹല്ലേലൂയ. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ അച്ഛനെ നിങ്ങൾ വായിക്കാനുണ്ട്. ഒത്തിരി അനുഭവമുണ്ട്. ഒത്തിരിയേറെ വിടുതൽ സംഭവം. കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയെ എനിക്ക് തോന്നുന്നു ഒരു 10,000 മടങ്ങ് ഉയർത്തി അഭിഷേകം ചെയ്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനിങ്ങനെ ഇവിടെ പ്രയറിലിരിക്കും. പെട്ടെന്ന് പരിശുദ്ധ പറഞ്ഞു സെൻറ്ററിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക, കുറേ രോഗികളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആർക്കും ഒരറിയിപ്പും കൊടുത്തില്ല, ഓടി എത്തി. പ്രൈസ് ദി ലോർഡ്. സർവ്വ ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിച്ചൊരുക്കി ഞങ്ങൾ കുറേ മക്കൾ രോഗികളെ യേശുവും കൊണ്ടു. അപ്പോൾ വളരെ തകർന്ന മക്കളെയും കൊണ്ട് കർത്താവ് ഒരുപാട് മക്കളെയും കൊണ്ട് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കും. നമ്മുടെ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ 100 ആളുകൾ പ്രയറിന് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെല്ലാവരും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനൊരു ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോൾ 1 മണിയായപ്പോൾ ഞാൻ എൻ്റെ മുറി കയറിയിരുന്നു. വൈകിട്ട് 9 മണി വരെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. വന്ന രോഗികൾക്കാണ് ആ സമയത്ത് വലിയ മിറക്കളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മകളെയും കൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ദൂരേന്ന് വന്നത്, കണ്ണുനീരോടെ വന്നത്, രോഗിയെ എടുത്തുകൊണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷരും കൂടെ പിടിച്ച് എടുത്തുകൊണ്ട് വന്നു. ബന്ധിച്ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അന്ധകാരശക്തി ആ മകൾ നിങ്ങോട്ട് വിട്ടുപോയി. ആ മകൾ എഴുന്നേറ്റ് പരിപൂർണമായിട്ട് സഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതിനിടയ്ക്ക് ഒരു അപ്പനും അമ്മയും കൂടെ അവരുടെ മോനെയും കൊണ്ട് വന്നു. അവന് ഭയങ്കര തിന്മയ്ക്കകത്തടിമയാണ്. അവന് ഒരു 22-25 വയസ്സ് പ്രായമുണ്ട്. മദ്യപാനം, സെക്സ്, ഡ്രഗ്സ് എല്ലാം തിന്മയുണ്ട്. അവനാകെ തകർന്നു തരും. അവനൊരു അനുസരണമൊന്നുമില്ല. അവന് വേറൊരു ലോകമാണ്. അപ്പോൾ അവനെയും കൊണ്ട് അപ്പനെ വേണ്ടി കരയാൻ തുടങ്ങി. ഞാൻ ഒന്നും കരയണ്ട, ഞാൻ കരച്ചോ, ഞങ്ങൾ മാറി നിൽക്കും, കരച്ചിൽ നിർത്ത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ജീവിക്കുന്ന, അതിനകത്ത് യാതൊരു മാറ്റം. വിശ്വസിക്കണം നിങ്ങൾ. പരിശുദ്ധാത്മാവെന്നുള്ള കെട്ടുകഥയല്ല, ജീവിക്കുന്ന യാഥാർത്ഥ്യം. ആര് വിശ്വസിക്കുന്നതോ അവർക്ക് അഭിഷേകം കിട്ടുകയാ. അപ്പം ഞാൻ ഈ മകൻ്റെ തലേക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്നപ്പോഴത്തേക്കും ബോധം കണ്ട് താഴുകൊണ്ട് ഞാൻ കൈയും കാലും ഇട്ടടിക്കുകയാണ് ഇവൻ. ശരിക്കും ഇവനുള്ള മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ലഹരികളുടെ എല്ലാം കെട്ട് അഴിഞ്ഞ് ഇവ പരിപൂർണമായിട്ട് അങ്ങ് സൗഖ്യപ്പെട്ടു. കർത്താവിനെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടു. എൻ്റെ പരിശുദ്ധ അഭിഷേകമാണ് സൗഖ്യപ്പെടും. അഭിഷേകമാണ് ചെയ്യുന്നത്. അഭിഷേകം വേറൊന്നുമല്ല ചെയ്യുന്നത്. അനോയിൻറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അവനെ ബന്ധനടിച്ച് പൂർണ്ണം അടിച്ചു. അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ പുതിയൊരാളാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൃപയുടെ മകനായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാളെ അവൻ ധ്യാനത്തിനൂടെ കയറും. പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധനായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒരു ഭാവിയെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കുന്നത് നമ്മളാരുമല്ല, അഭിഷേകം പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിനെ പറ്റൂ. ഈ കാലയളവിൽ നമ്മളെല്ലാം ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ബുദ്ധിയിൽ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഴിവിൽ ആശ്രയിക്കരുത്. നിന്റെ പഠനത്തിൽ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്കതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പരിമിതികളുണ്ട്. പക്ഷേ നിന്നിൽ പ്രവർത്തിക്കേണ്ടത് ഒരാൾ മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ, പരിശുദ്ധാത്മാവ് മാത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് നിന്നോട് പ്രവർത്തിക്കുന്നത് എങ്കിൽ നീ ഒന്നിനെ ഓർത്തും പേടിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിനക്ക് 100% വിജയം ഉറപ്പാണ്. നീ പോകുന്ന വഴികൾ അനുഗ്രഹമായിട്ടോ. കൈയടിച്ച് കർത്താവ് പറഞ്ഞ ഓരോ കൈയടിച്ചേ. അപ്പോൾ
വേറൊരു മനുഷ്യനെയും അദ്ദേഹം എഴുന്നേറ്റ് നടക്കാം ജന്മനാ ഉള്ള ഒരു പോളിയോ ബാധിച്ച കാലും വയ്യാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അവളിങ്ങനെ ഒരു വീൽ ചെയറിൽ കൂട്ടിക്കൊണ്ടുവന്നു. പ്രിസലോഷ് അവർ 2-3 പേര് കൊണ്ടുവന്നു, എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നേ. ആ മനുഷ്യൻ നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രിസലോഷ് ആ മനുഷ്യനെ പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനെ അല്ല പ്രാർത്ഥിക്കാൻ, ഈ മനുഷ്യനെ പണ്ടേ അനുഗ്രഹിച്ചതാണ്. പ്രിസലോഷ് ഈ പോളിയോ വന്ന ആളെ ഞാൻ പണ്ടേ അനുഗ്രഹിക്കണം, ആളുടെ മുഖം നല്ല പ്രകാശത്തിരിക്കുക. എന്നെ പറഞ്ഞു അവരെയല്ല കൂട്ടത്തിൽ കൊണ്ടുവന്നു അവൻ്റെ ബന്ധനം ഒഴിക്കാൻ പറഞ്ഞു. പ്രിസലോഷ് അവൻ്റെയാണ് അഴിയേണ്ടത്, ഇവരെ ഞാൻ അതിനു വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്ത് കൂട്ടിയത്. പ്രിസലോഷ് കൂടെയുള്ള വൈശാസിക ബന്ധനത്തിൽ കൈക്കും ബന്ധനം അടിഞ്ഞു പോവാണ്, അലറിക്കൊണ്ടു പോവാണ്. ഞാൻ നോക്കി നിൽക്കിയേ സൗഖ്യപ്പെട്ടു. അവൻ 4 പേരെ കൂട്ടത്തിൽ കൊണ്ട് 4 പേർക്കും കർത്താവ് കൂടെ കൊടുത്തിട്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചില രോഗികളൊക്കെ കർത്താവ് തരുന്ന ആ രോഗിയെ ആരോഗ്യം കൊണ്ടെങ്കിലും നീ വരുമല്ലോ. പ്രിസലോഷ് അങ്ങനെ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്നു. പ്രിസലോഷ് ആ രോഗിയെ കൊണ്ട് ആ വയ്യാത്തയാളെ കൊണ്ട് നീ വരുമല്ലോ. ഒരുപാട് കുടുംബങ്ങളെ ദേവാലയത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ചില രോഗികളെ അങ്ങ് തന്നേക്കുന്നത്. പ്രിസലോഷ് അപ്പോൾ ഈ രോഗിക്ക് വേണ്ടി ഇവർ വരുമ്പോൾ അവരെയാണ് കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്നത്. പ്രിസലോഷ് അങ്ങനെ ആ കൊണ്ടുവന്ന 4 പേരെ ഒരുമിച്ച് കർത്താവ് വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചവരുടെ ഇരട്ടം കണ്ട് ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഹല്ലേലൂയ ഉറക്കെ കൈയടിച്ചേ പോരാ ഉച്ചത്തിൽ. അങ്ങനെ അന്ന ദിവസം വന്ന കുറേ മക്കൾക്ക് 100-200 പേരോളം ഉണ്ടായിരുന്നു അന്നേ. പ്രിസലോഷ് അവരൊക്കെ 20 പ്രാർത്ഥിച്ച മുഴുവൻ ആളുകൾ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രിസലോഷ് ഒരിക്കലും ഞാനല്ല, അച്ഛൻ പ്രവർത്തിക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. പ്രിസലോഷ് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പ്രിസലോഷ് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ആമേൻ. അതിനു മുമ്പ് ഇവിടെ പള്ളിക്കകത്ത് അതിനുശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച കൂടി എത്തി. പ്രിസലോഷ് അതും കർത്താവിൻ്റെ ആത്മാവ് വരാൻ പറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു പൈശാചിക ബന്ധനമുള്ളൊരു മകളെയും കൊണ്ട് അപ്പനും അമ്മയും കൊണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കും. ആ കൊച്ചുകൂടെ ഭയങ്കര ബഹളമാണ്, ശുശ്രൂഷകരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഞാൻ ശുശ്രൂഷയൊക്കെ ഒന്ന് മാറിക്ക്. പ്രിസലോഷ് എല്ലാവരും മാറിക്ക്. ആ കൊച്ചിനോട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രിസലോഷ് അഭിഷേകം വേണം. അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് അഭിഷേകം വേണ്ടത്, അറിവല്ല വേണ്ടത്, ബലപ്രയോഗമല്ല വേണ്ടത്. പ്രിസലോഷ് കൃപയാണ് വേണ്ടത്. പ്രിസലോഷ് ബലപ്രയോഗം കൊണ്ട് ആരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. പ്രിസലോഷ് ആത്മാവ് പ്രവർത്തിച്ചാൽ മതി. പ്രിസലോഷ് നമുക്കറിയാം ദാവീദിൽ പരിശുദ്ധ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കല്ലുകൊണ്ട് അവനൊരാളെ ഒരു തിന്മയുടെ ശക്തിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി. പ്രിസലോഷ് അവൻ്റെ കയ്യിൽ 7 കല്ലുണ്ടെങ്കിൽ 7 കല്ലെടുക്കേണ്ട ആവശ്യമില്ല. അഭിഷേകത്തിന് ഒന്നും ഒട്ടാതെ. പ്രിസലോഷ് നിങ്ങൾ അനോയിൻറ്റിങ് കിട്ടണം, അനോയിൻറ്റിങ് ഉള്ള ആളുകളായിട്ട് മാറണം. പ്രിസലോഷ് നിങ്ങൾക്ക് അനോയിൻറ്റിങ് ഉണ്ട്, എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ പരിശുദ്ധം കൊണ്ടും സംശയത്തിൻ്റെ കാരണം അറിയാമോ? പാപം ചെയ്യുമ്പോൾ സംശയം കൂട്ടിക്കൊണ്ടിരിക്കും. ആദ്യ മാതാപിതാക്കൾക്ക് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയെന്താ? ദൈവം മകൻ എന്നുള്ള തോന്നലല്ല ഉണ്ടായത്, ഞങ്ങൾ നഗ്നരാകുന്ന കുറവാണ്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകന അഭിഷേകമുള്ള ആളാന്നുള്ള ചിന്ത പോയിട്ട് ഞാൻ നഗ്നനാണെന്നുള്ളത്. അഭിഷേകം എല്ലാവർക്കും പിടിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ പാപം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് തോന്നുന്നത് നീ നഗ്നനാണ്, എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പാപം ചെയ്യാതിരിക്കുമ്പോൾ നിന്റെ മനസ്സ് കയറി വരിക, ഞാൻ ദൈവമകനാ. പ്രിസലോഷ് വിശ്വസിക്കും. നമുക്കറിയാം ആദുഹവ്വായി അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവമക്കളാണ്, പാപം ചെയ്ത ശേഷവും ദൈവമക്കളാണ്. പക്ഷേ ദൈവമക്കളെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അഭിഷേകം പോവാണ്, അതാണ് ബോധ്യം പോവാണ്, കൃപ പോവാണ്. പാപം ചെയ്ത് കഴിയും. പ്രിസലോഷ് അപ്പം നീ നഗ്നനാണ്, എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ജീവിതം തീർന്നു. പ്രിസലോഷ് അപ്പം ഈ വിളിക്കുന്ന ഓരോരുത്തരിലും പരിശുദ്ധമുണ്ട്. മുഴുവൻ ആളുകളും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്, സ്വന്തം മക്കൾ. വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. പോരാ ഉച്ചത്തില് നന്നായിട്ട് സ്തുതിക്കട്ടെ. കെട്ടുപൊട്ടോട്ടെ, ചങ്ങല പൊട്ടോട്ടെ, സകല കെട്ടുകളും ബന്ധം അഴിച്ചുപെടുന്നു. ഇഷ്ടപിശാചിന് അടിമത്തെ അവസാനിക്കട്ടെ. അപ്പം ഞാൻ ഈ മകളുടെ അടുത്ത് ചെന്നു. ആ കൊച്ചിങ്ങനെ നിൽക്കുക, ഒരു 10-20 വയസ്സ് പ്രായമുണ്ട്, അലറിക്കൊണ്ട് നിൽക്കുക. ഈശ്വരൻ ഒന്നും ചെന്നു. അലർന്ന കടലിനെ ശാന്തമാക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് ആ സമയത്ത് പാപിയെ എന്നോട് അങ്ങ് പ്രവർത്തിച്ചു. പ്രിസലോഷ് കൃപ പ്രവർത്തിച്ചു. ഒറ്റ സെക്കൻഡ് കൃപയും പ്രവർത്തിച്ചേ ശാന്തമാകാൻ പറഞ്ഞു. ആള് ശാന്തമായി. പ്രിസലോഷ്
അല്പനേരം ആ കൊച്ചിനോട് പ്രാർത്ഥിപ്പാണ്ട് പറഞ്ഞുകൊണ്ട് അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നുള്ളേ. ആ കൊച്ചിൻ്റെ പൈശാചികത്തനം മൊത്തം അഴിഞ്ഞു മാത്രമല്ല, കുഞ്ഞ് സുഖപ്പെട്ട് അമ്മകൾ ഒരു വിഷമത്തിലായിരുന്നു, ഒരു പാപകരമായ ഒരു ബന്ധനത്തിലായിരുന്നു. കർത്താവ് ആ കുഞ്ഞിനെ അതിന് പുറത്ത് കൊണ്ടുവന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നു. കർത്താവിൻ്റെ ആത്മാവ് പുറത്ത് കൊണ്ടുവന്നു. നമുക്ക് വേണ്ടത് അഭിഷേകം. വേണോ വേണ്ടിയോ? പ്രൈസ് ദി ലോർഡ്. അനോയിന്റിങ്, നിങ്ങളോട് വന്നിരിക്കുന്ന അനോയിന്റിങ് മേടിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലോകരാജ്യങ്ങളും ഇവിടെ എത്തിയിരിക്കുന്ന മക്കളാണ്. ലോകരാജ്യങ്ങൾ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിരിക്കുക, ചുറ്റും എത്തിയിരിക്കുക. കഴിവല്ല പ്രവർത്തിക്കേണ്ട, അഭിഷേകം പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിവല്ല പ്രവർത്തി, അഭിഷേകം. കഴിവ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. കഴിവിന് പരിമിതികളേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന് പരിമിതി ഇല്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയും കയറി ചെല്ലാൻ പറ്റും, എവിടെയും കയറി ചെല്ലാൻ പറ്റും. ഏത് നരകത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കാം, ഏത് തകർന്ന ജീവിതങ്ങൾ രക്ഷിക്കാം. അഭിഷേകത്തിനെ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മറ്റതിന് പരിമിതികളുണ്ട്, എല്ലാത്തിനും ഡിമാൻഡുണ്ട്. ഇതിവിടം വരെ പറ്റുള്ളൂ, നിയമങ്ങളുണ്ട്, ഇതിനപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റില്ല. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രൈസ് ദി ലോർഡ്. അതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു ആരും കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയാൻ നീ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അതായത് ലൂക്ക 1:34-35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഈ ശക്തി നിറയണേ. ഈ സാംസൺ, പഴയ നിയമത്തിൽ സാംസൺ, അവൻ കിടന്നുറങ്ങുമ്പോൾ ശത്രുക്കൾ വരുന്നു ഇങ്ങനെ അറിയിപ്പ് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവൻ്റെ മേലങ്ങ് നിറയും. ഒറ്റ നിമിഷം കൊണ്ട് അവൻ വേറെ ആളായിട്ടങ്ങ് മാറും. പ്രൈസ് ദി ലോർഡ്. അവനങ്ങ് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കളെല്ലാം ഊട്ടി മാറി. പ്രൈസ് ദി ലോർഡ്. കാരണം അവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്ക് 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 സ്തുതിക്ക്. ആത്മാവ് നിറയട്ടെ. സ്തുതിക്ക് സ്തുതിക്ക് സ്തുതിക്ക്. സ്തുതി കട്ടഴിഞ്ഞപ്പെട്ട ബന്ധനടിഞ്ഞിട്ട് പൈശാശക്തികൾ സ്തുതിക്കും 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 സ്തുതിക്കുന്നു. നോയിന്റിങ് നോയിന്റിങ് നോയിന്റിങ്. ആമേൻ ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 15:14 പറയേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രവചനം പറയുകയാണ്. അവൻ, അതായത് സാംസൺ ലഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂൽ പോലെ ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. കെട്ടുകൾ അറ്റു വീണു. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയിലെ ബന്ധനം അഴിഞ്ഞു പോകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആത്മാവ് ഇറങ്ങുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ആ വ്യക്തിയിലെ ബന്ധനം, പരിശുദ്ധാത്മാവുള്ള വ്യക്തി തൊട്ട് കഴിഞ്ഞാൽ ആ കെട്ടങ്ങ് പൊട്ടിപ്പൊയ്ക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധനം കഴിഞ്ഞ് ആ സമയത്ത് രോഗങ്ങൾ, കെട്ടുകൾ, അസ്വസ്ഥകളൊക്കെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ എടുത്തുവെച്ച് കണ്ടേ. അവന് 25 വയസ്സോളം പ്രായമുണ്ട്. അവൻ പറഞ്ഞു വെച്ചാൽ 2 വർഷം മുമ്പ് ഞാനിവിടെ യുവജനങ്ങളുടെ ധ്യാനം നടത്തിയപ്പോൾ ഞാനിവിടെ ധ്യാനം കൂടിയ ആളാച്ചാ. പ്രൈസ് ദി ലോർഡ്. അപ്പം പറയാം, വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ 5 വയസ്സുള്ളപ്പോൾ ഞാൻ ദുരുപയോഗിക്കപ്പെട്ടതാണ്. അതിന് ഹോമോസെക്സ്യുവിൻ്റെ സഹോദരങ്ങൾ തന്നെ ഇവനെ മ്ലേച്ഛമായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം പലതവണ എല്ലാ തെറ്റ് ഈ 10-18 വയസ്സിനുള്ളിൽ ഈ ഒരുപാട് തെറ്റിപ്പോൾ പിന്നെ എനിക്ക് സ്വയംഭോഗത്തിന് അടിമയാണ്, മാസ്റ്റർബേഷൻ അടിമയാണ്. ഞാൻ മ്ലേച്ഛ ചിത്രങ്ങൾക്ക് അടിമയായിപ്പോൾ എൻ്റെ മനസ്സ് തന്നെ അങ്ങ് പാപത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. സെക്സ് സ്പിരിറ്റ് കൊണ്ട് നോക്കി അച്ഛാ. അങ്ങനെയുള്ളപ്പോൾ അച്ഛാ ഞാൻ ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു അച്ഛാ. പ്രൈസ് ദി ലോർഡ്. 2 വർഷം മുമ്പ് യുവജനങ്ങളുടെ ഒരു ധ്യാനം നടന്നപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിവിടുന്ന് കൂടി. കുട്ടികളായിരുന്നു അതിൽ കൂടുതലും. ഞാൻ മുതിർന്ന കൂട്ടത്തിൽ പുറകിലും ഇങ്ങനെ 10-15 പേരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും വന്നിരുന്നു. അച്ഛ വചനം കേട്ടച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛ അവസാനം അച്ഛൻ എൻ്റെ തലയൊക്കെ വെച്ച് ബന്ധിച്ച് വായിച്ചപ്പോൾ എന്നിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിൽ ഒരു ശക്തി ഇറങ്ങി പോയേ. പരിശുദ്ധം ഞാനല്ല ബന്ധിക്കുന്നത്, അഭിഷേകമാണ്. അഭിഷേകം തൊട്ടു. അഭിഷേകത്തിന് അവൻ പറഞ്ഞു, അച്ഛാ ഇപ്പം ഞാൻ 2 വർഷം കഴിഞ്ഞു, പിന്നെ ഇന്ന് വരെ ആ ഒരു പാപത്തിലും ഞാൻ വീട്ടില്ല. ആര് പാപത്ത് ഒരിക്കലും വീട്ടില്ല. ഇതാണ് ഡെലിവറൻസ്. അതിൻ്റെ മുമ്പ് നല്ല ധൈര്യത്തോടെ ഞാൻ പ്രാർത്ഥിച്ചേനെ. അഭിഷേകം വേണ്ടത് അല്ല. ഉപദേശം കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല. മരുന്ന് കൊടുത്താൽ മാറില്ലത്. കൗൺസിലിംഗ് കൊടുത്താൽ മാറില്ലത്. വഴക്ക് പറഞ്ഞാൽ മാറില്ല. ജയിലിൽ കൊണ്ടിട്ടാൽ തീരില്ലത്.
തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. അതായത് ലൂക്ക 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രർ കൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരത പ്രഘോഷിക്കാൻ, പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇത് വരുന്നത് അഭിഷേകത്തിനെ ബന്ധനം അടിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇവിടെ ധ്യാനം കൂടിയിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാലുകുത്തുമ്പോൾ തന്നെ ബന്ധനം അഴിഞ്ഞു പോകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു അച്ഛൻ വന്നു. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ പ്രയറിലിരുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ അച്ഛൻ വന്നു. അച്ഛനോട് പറഞ്ഞു, ഞാൻ അച്ഛന് അല്പനേരം പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ആത്മാവ് എനിക്ക് കാണിച്ചു തന്നെ. അച്ഛന് വിദേശത്തുള്ളായിരുന്ന അച്ഛൻ നാട്ടിൽ അവധിക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്നേഹിതൻ, എൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടായൊരു വിശുദ്ധനായൊരു വൈദികന്. അപ്പോൾ അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരു പ്രകാശം ഒടിക്കുന്ന ചെല്ലോ, അവിടെ എന്തോ അസ്വസ്ഥ ഉണ്ടായി, രോഗമോ എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന്, എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സഹോദരൻ്റെ മക്കൾക്കെല്ലാം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ രോഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ മുഴുവൻ രോഗമായിരുന്നു. അച്ഛനും കയറിച്ചപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ചെന്ന ഉടനെ കർത്താവിൻ്റെ ആത്മാവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ്റെ അഭിഷേകം എനിക്ക് കാണാമായിരുന്നു. അച്ഛൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥനയെ കാണാം. അച്ഛൻ ആ വീട്ടിൽ അച്ഛൻ സ്വന്തം വീട്ടിൽ കാല് കുത്തുമ്പോൾ ആ വീട്ടിലെ ഒരു അന്ധകാരം അവരിലെല്ലാം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അച്ഛനങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. അച്ഛനൊരു പക്ഷേ കർത്താവ് അഭിഷേകം വേണ്ട, അനോയിന്റിങ് അവനവൻ്റെ വാക്ക് പറഞ്ഞ കാര്യമില്ല. നമുക്ക് ആ അഭിഷേകം വേണം. വേണോ പഠിക്കല്ലോ, അനോയിന്റിങ് വേണം. കിട്ടണം. അതിനുവേണ്ടിയാണ് അപ്പസ്തല പ്രവർത്തനം 1:14 പരിശുദ്ധ അമ്മയും 12 അപ്പസ്തലം മൊത്തം 120 പേര് സഹിയോൻ മാളിക മുറിയിൽ ഇരുന്ന് ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകി. പ്രാർത്ഥിച്ചിരുന്നാലേ കിട്ടുള്ളേ, വെറുതെ ഇരുന്ന് കിട്ടില്ല കേട്ടോ. കൈ കെട്ടുന്ന കിട്ടില്ല. അഭിഷേകം കിട്ടുന്ന ദാഹിക്കണം, ദാഹിച്ച് പ്രാർത്ഥിക്കണം. അതായത് യോഹന്നാൻ 7:37-38 ആർക്കെങ്കിലും തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദമുയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവൻ. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ഉച്ചത്തില് ഒത്തിരി പേര്, ഒരുപാട് പേരുടെ പ്രശ്നം ശുശ്രൂഷ മേഖലയുള്ളവരെ ഉൾപ്പെടെ ഞാൻ കാണാറുണ്ട്. അവർ ആശ്രയിക്കുന്നത് അനോയിന്റിങ്ങിനല്ല, അവർ കഴിവിനെ, ബുദ്ധിയെ. അപ്പൊ അത് വരുമ്പോൾ കാര്യം മനസ്സിലാവും, പക്ഷേ കാര്യം പോവുകയല്ല. പ്രോബ്ലം എല്ലാം നമുക്ക് മനസ്സിലാവും, പക്ഷെ there is no solution. കാര്യത്തിൽ we know everything, നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഈ കാലയളവിൻ്റെ പ്രശ്നം അറിവിൻ്റെ കുറവല്ല, അഭിഷേകത്തിൻ്റെ കുറവാ. അറിവിൻ്റെ കുറവല്ല, അഭിഷേകത്തിൻ്റെ കുറവാ. വിശ്വസിക്കുന്ന എൻ്റെ ഒരു സ്നേഹം അച്ഛൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ വരും, അച്ഛൻ്റെ നാട്ടിൽ വരാൻ പോവാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ ധ്യാനം നടത്തില്ല. പ്രസലോഷ് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അവിടെയുള്ള മുഴുവൻ ആളുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ വരാൻ പോവുക. പ്രസലോഷ് മൊത്തം പ്രയർ വേറൊന്നും എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. പ്രസലോഷ് കാരണം അവർ ഡെലിവറൻസ് അഭിഷേകം വേണ്ടത്. സ്തുതിക്കുന്നു ഒറ്റകൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആൾ ഞാനൊരു രാജ്യത്ത് പോയി. പ്രസലോഷ് ആ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഒരു അക്രൈസ്തവനായൊരു മനുഷ്യൻ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കാരണം വേറൊരു നാടാണ്, നമ്മുടെ ആൾക്കാരോ ഭാഷക്കാരോ മലയാളികളോ ആരും ഇല്ലാത്തൊരു സ്ഥലം. പ്രസലോഷ് അപ്പോൾ ആളെന്നെ കൊണ്ട് പോയിക്കും. ആൾ കയറിയപ്പോൾ തന്നെ അവിടെയുള്ള എന്നെ കൊണ്ടുപോകുന്ന 1-2 പേരോട് പറഞ്ഞിരുന്നു, ആൾ വലിയൊരു പ്രോബ്ലത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം 10-18 വർഷമായിട്ട് വിവാഹ ജീവിതം എടുത്തത്. അപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുന്നു, വേർപിരിയാൻ പോവുകയാണ്, എല്ലാം തകർന്ന് തരിപ്പാണ്, ഇനി ഒരു വഴിയില്ല. അപ്പോൾ ഡിവോഴ്സ് ഞാൻ ചെന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ബന്ധുക്കളെല്ലാം കൂടെ വീട്ടിൽ ഒരുമിച്ച് വിട്ട് തീരുമാനമെടുത്ത് കംപ്ലീറ്റ് ഉണ്ടാകാൻ പോവുക. തീരുമാനം ഒരു രക്ഷയില്ല വെച്ചാൽ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആൾക്കൂടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. പുള്ളിക്ക് ഭാഷയൊന്നുമില്ല, പുള്ളി ക്രൈസ്തവ മനുഷ്യൻ നമ്മുടെ ഒന്നും അറിയത് ഈശോയെക്കുറിച്ചോ ദൈവത്തെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു ക്ഷമിച്ചു കൂടെന്നൊക്കെ വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം കയറി. പ്രിസിലോ അപ്പം വണ്ടി ഓടിച്ചു പുള്ളി ആക്സിഡൻറ്റ് കൂട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രിസിലോ അതുകൊണ്ടാണ് വലിച്ച് ചവിട്ടുന്നത്, അപകടം പറഞ്ഞു ഇന്നും മിണ്ടണ്ട അങ്ങനെയല്ലട്ടെ. പ്രിസിലോഷ് പുള്ളിക്ക് ആ ഭാര്യയോടുള്ള ദേഷ്യം മുഴുവൻ വണ്ടിക്കിട്ട് തീർക്കുക. പ്രിസിലോഷ് ചെല്ല അങ്ങനെയൊക്കെയാണ് സ്ഥലം. ഹല്ലേലൂയ. ഓവർ സ്പീഡ് ചവിട്ടി വിടുക, വലിച്ച ദേഷ്യം കയറി ചോദിച്ചപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ എന്നെ വീട്ടിൽ കയറ്റി കിടത്താറില്ല, ഞാൻ ചെല്ലുമ്പോൾ വാതിലടയ്ക്കും, ഞാൻ വണ്ടിയെ കിടന്നാണ് ഉറങ്ങുന്നു. പ്രിസിലോഷ് എനിക്ക് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പുള്ളിയോട് വേണ്ടാണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ പരിശുദ്ധാത്മാവ് തൊട്ടാൽ മതി. അപ്പം പുള്ളിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. കാരണം പ്രയറോ ഈശോയെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത മനുഷ്യനാണ്, ക്രൈസ്തവ സഹോദരനാണ്. അവസാനം ഞാൻ വണ്ടി കയറി എന്നെ തിരിച്ചു കൊണ്ടുവന്ന് പുള്ളിയാണ്. വണ്ടി എന്നോട് വലിയ ഇഷ്ടം. ആ പുള്ളി പെട്ടെന്ന് ഞാൻ പുള്ളി ഡ്രൈവർ പുള്ളി എൻ്റെ വാതിൽ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തോട് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് വെച്ച് വണ്ടിയുടെ അടുത്ത് വെച്ച് ഞാൻ ഈ മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നത് ഉപേക്ഷിക്കരുത്. പരിശുദ്ധാത്മാവേ അഭിഷേകം തുടരണേ, അഭിഷേകം തുടരണേ. വേറൊന്നും അനോയിന്റിങ് തുടരണം. തോന്നൽ വെറുതെ തൊട്ടിട്ട് കാര്യമില്ല, ചുമ്മാ നമ്മൾ കൈവച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളമില്ലാത്ത പാത്രം എടുത്ത് കാണിച്ചിട്ട് വെള്ളം കോരിക്കോളം പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി പേര് പാത്രമുണ്ട്, വെള്ളമില്ല, ഒരു കാര്യമില്ല. എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ചേ. 10,000 ദൈവമക്കളിലേക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഞാൻ അവിടുന്ന് വണ്ടിയിൽ കയറി തിരിച്ചാളിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. ഞാൻ അടുത്ത വണ്ടി കയറി ഞാൻ നാട്ടിലോട്ട് തിരിച്ചു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നേ. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ പുള്ളി അറിയുന്ന സംഭവം, പുള്ളി വൈഫ് മാറി നിന്ന് വൈഫ് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് വൈകിട്ട് നമുക്ക് പുറത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പോകണമെന്ന് പറയുകയാണ്. വേണ്ടത് അനോയിന്റിങ്ങാ മക്കളെ. നമ്മളിന്ന് ചർച്ച ചെയ്യും, ചോർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് മുഴുവൻ പ്രശ്നം എല്ലാം പ്രോബ്ലം ആക്കുക, മുഴുവൻ കുളമാക്കുക, മുഴുവൻ വള്ളിക്കെട്ടാക്കുക. കാരണം നമ്മൾ ആശ്രയിക്കും നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ ചിന്തകളെ. ഇവിടെ എനിക്കറിയാം ഒരു മനുഷ്യൻ വിദേശത്ത് നിന്ന് 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് പ്രയറിന് വരുന്ന ഒരു മനുഷ്യനോട്, സൗദി അറേബ്യയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ അത് ശനിയാഴ്ച പോലും മുടങ്ങാതെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് കഴിഞ്ഞ് 3 വർഷമായിട്ട് എല്ലാ ശനിയാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാരണം എന്നറിയോ? ഒറ്റ കാരണമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ കടബാധ്യതയുടെ നടുവിൽ നിൽക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 3 വർഷം മുമ്പ് ഒരു ഫെബ്രുവരി മാസം ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, ജൂലൈ ഒരു ദിവസം പറഞ്ഞേ, ഞാൻ ഓർക്കുന്നില്ല, ഒരു ദിവസം പറഞ്ഞു. ആ ദിവസം ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, കർത്താവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നു. അഭിഷേകം നിന്നെ തൊടാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നിനക്ക് വേണ്ടി ഡേറ്റ് വെച്ചു, ഇത്രാം ഡേറ്റ് നിനക്ക് അഭിഷേകം തരാൻ. ഇനി നീ ചെയ്യേണ്ടത് ഇത് ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂസ് പ്രയറാണ്, പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അപ്പം കടക്കാർ ചോദിക്കുന്നുണ്ട് പൈസ. പറഞ്ഞു ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ആ ഡേറ്റ് കഴിഞ്ഞിട്ടേ എനിക്ക് പറയാം. എൻ്റെ ഒന്നുമില്ല, 5 പൈസ. പക്ഷേ എന്തോ എനിക്ക് പ്രത്യാശ, എനിക്കറിയാം അഭിഷേകം പ്രവർത്തിക്കുന്ന ഡേറ്റ് കിട്ടും. അഭിഷേകം പ്രവർത്തിക്കുന്ന ഡേറ്റ് കിട്ടണം. വിശ്വസിക്കുന്നു. അഭിഷേകം പ്രവർത്തിക്കുന്ന ഡേറ്റ്. സംഭവിച്ചത് ഞാൻ പറയാണ്. ആ ഡേറ്റ് എത്തി എന്ന ആള് പള്ളിക്കകത്തിരുന്ന് കരയുക. വിദേശത്തുള്ള സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആള് പറയാണ്, അച്ഛാ വണ്ടർഫുൾ മിറക്കിൾ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവമേ ബാങ്കിൽ നിന്ന് വിളിക്കണം, ലോൺ കിട്ടണം, എല്ലാം ഒന്നുമില്ല, ഒന്നും കൊടുക്കാൻ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഡോക്യുമെൻ്റ് ഒന്നും ക്ലിയർ, അത് എല്ലാം റിജക്റ്റ് അടിച്ചിരിക്കുന്ന. ഉച്ച കഴിഞ്ഞ് 3 മണിയായി കഴിഞ്ഞപ്പോൾ ആണ്ടേ ഒരു ഫോണ് ബാങ്കിൽ നിന്നും മാനേജർ വിളിക്കുക, വേഗത്തിൽ ഇങ്ങ് വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു അഭിഷേകം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ആ ഡേറ്റ് ഞാൻ 3 മണിയായപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആളെനിക്ക് ലോണ് സാങ്ഷൻ ചെയ്തിട്ട് മുഴുവൻ റിലീസ് ചെയ്ത് വിശ പറഞ്ഞില്ലേ 3 നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അഭിഷേകങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങൾ മുൻകൂട്ടി അറിയാം. അതാണ് വിശുദ്ധ പുസ്തകം, അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വചനം വായിക്കാണവേ. ഭൂതം ഭാവി അറിയാവേ, വരാൻ പോകുന്ന അറിയാൻ കൃപ പ്രവർത്തിച്ചോളൂ. അന്ന് മക്കൾ ഇനി വേണ്ടത് അനോയിന്റിങ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശത്തെല്ലാം ഇന്ന് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, മാനസിക പ്രശ്നം, കുടുംബ പ്രശ്നം, പ്രകൃതി പ്രശ്നം. ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ പുതിയ മെത്തഡോളജീസ് ഒന്നും കണ്ടുപിടിച്ചിട്ട് വെറുതെ ആരോഗ്യം ആയുസ്സും കളയാന്നല്ല, ഒരു കാര്യമില്ല. ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ കഴിവുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നു. അതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഴിവുകൊണ്ട് നീ പ്രശ്നത്തെ തീർക്കാൻ പോകുന്നു. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. നീ ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. മറ്റുള്ളവരോട് ഹല്ലേലൂയ, സ്തുതിക്കുക.
സ്തുതിക്കുന്നു 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 പൈശാചിക പീഡകളും ബന്ധനങ്ങളും മൊത്തം ചെതറിപ്പോ മൊത്തം ആമേൻ ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 5-6 വചനം. സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണല്ലോ 1 പത്രോസ് 5:7, 8, 9 വചനമായി കാണാം. അലർന്ന സിംഹത്തെ പോലെ പിശാച് നിങ്ങൾക്ക് ചുറ്റും നടപ്പുണ്ട്. അലർന്ന സിംഹമായിട്ട് ശത്രുക്കളൊക്കെ ഇതിനൊന്നും നമ്മൾ നശിപ്പിക്കാൻ നമ്മുടെ കഴിവ് ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. നമ്മൾ വാച്ച് പഠിച്ച പ്രശ്നം അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അഭിഷേകം നിറയുക. അഭിഷേകത്തിൻ്റെ കുറവാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. സാംസണിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടിയെ പോലെ ചീന്തിക്കളയുന്നൊരു മനുഷ്യൻ. പ്രസലോഷ്. ആത്മാവിന് ശക്തി അന്ധകരശത്തില്ല, അല്ലാതെ കഴിവുകൊണ്ടല്ല, ബുദ്ധിയിലല്ല. ബുദ്ധി കൊണ്ടൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം. പ്രസലോഷ്. പരിശുദ്ധാത്മാവ് നിറയണം. ഒക്കെ ഹല്ലേലൂയ. പോരാ, കരങ്ങൾ ഉയർത്തി പൈശാചിക പീഡകളും ബന്ധം മൊത്തം അടിയട്ടെ, മുഴുവൻ അടിയട്ടെ, യേശുനാമത്തെ അടിയട്ടെ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനം പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും. ഉന്നതത്തിൽ നിന്ന് എന്ത് ധരിക്കുന്നത്? ശക്തിയാണ്, പവറാണ്. പവറൊഴുകണം. ഇവിടേക്ക് നിങ്ങൾക്കെല്ലാം പരിശുദ്ധമുണ്ട്, മുഴുവൻ ആൾക്കുണ്ട്. ജ്ഞാനസ്നാനത്തുള്ള പരിശുദ്ധമാനെ സ്വന്തമാക്കിയവരാണ്. നിങ്ങൾ സഭയിലൂടെ സ്വന്തമാക്കിയവരാണ്. പരിശുദ്ധമ നിറഞ്ഞവരാണ്. പക്ഷേ തിരിച്ചറിയാൻ പറ്റില്ല. ഒക്കെ പറയാം ഹല്ലേലൂയ. മുമ്പ് ഞാൻ പറഞ്ഞില്ല, പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തോന്നലും നമുക്കൊന്നുമില്ല, നഗ്നരാണെന്നുള്ള ചിന്തയാണ്. ദൈവമകൻ അവൻ നെഗറ്റീവ്, അവനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കും. അവനെക്കുറിച്ച് നെഗറ്റീവ് ഇപ്പം ഇവിടിക്കുന്ന ഒരുപാട് മക്കൾ സ്വയം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഞാൻ രക്ഷപ്പെടില്ല, ആരും നോക്കിയാൽ രക്ഷപ്പെടില്ല, ഒരു വെറുതെ. അതിന് കാരണം പാപമാണത് പറയിപ്പിക്കുന്നത്. ദൈവമല്ല പറഞ്ഞത് നീ നഗ്നനാണ്, അവൻ നഗ്നനാണ്. ദൈവമല്ല അവനോട് പറഞ്ഞത് നിനക്ക് നീ നഗ്നനാണെന്ന്. ദൈവമല്ല പറഞ്ഞത്, അവനാ പറഞ്ഞത്. അത് കാരണം അവൻ പാപം ചെയ്യുമ്പോൾ നിന്റെ അഭിഷേകം പിന്നെ പ്രവർത്തിക്കില്ല. Can you follow me? Yes or no? Yes or no? Yes. പാപം ചെയ്യുമ്പോൾ നിന്റെ അഭിഷേകം പ്രവർത്തിക്കില്ല. അഭിഷേകം ഉണ്ടെങ്കിലും പ്രവർത്തിക്കില്ല. കൃപയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിച്ചാലും അറിയില്ല. പ്രവർത്തിച്ചാലും ദൈവം അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ പ്രവർത്തിക്കാറുണ്ട്, പക്ഷേ അറിയില്ല. എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ഡോക്ടറിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകള് മാർക്ക് ഭയങ്കരമായിട്ട് പരീക്ഷ പഠിച്ചുകൊണ്ട് കുറഞ്ഞു, കംപ്ലീറ്റ് പോയി. എൻട്രൻസിനോട് നോക്കിയിട്ട് മുഴുവൻ പോയി. നല്ല പഠിക്കുന്ന കുട്ടി, എന്തോ പറ്റുന്ന അറിഞ്ഞുകൂടാ, എന്തോ പോയി. വേറെ അഭിഷേകം കൊച്ചിന് കാര്യം, കൊച്ചു നല്ല കുട്ടിയാണ്, നല്ല കൊച്ചു, ഒരു തെറ്റും ചെയ്യുന്നു വെച്ചാൽ ചിലരുണ്ട് നല്ല മനുഷ്യരെ ഒത്തിരി, പക്ഷെ അഭിഷേകം ഇല്ല. ഈ കുഞ്ഞൊരു കള്ളം പോലും പറയുന്ന കുട്ടിയല്ല, നല്ല കുട്ടിയാണ്, പക്ഷേ അഭിഷേകമില്ല. അഭിഷേകം ഇല്ലെങ്കിൽ പ്രശ്നം എന്താ? സിംഹക്കുട്ടിയെ കാണുമ്പോൾ നമ്മൾ കൂട്ടും. അഭിഷേകം ഉണ്ടെന്നുണ്ട് ഏത് പ്രതിസന്ധികളെ നമ്മൾ എതിരെ നിൽക്കും. ഏത് കൊടുങ്കാറ്റ് നേരെ നിൽക്കും. ഏത് തകർച്ചകൾ വന്നാലും നേരെ നിൽക്കുന്നത് അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഏത് ദുരന്തം വന്നാലും പിടിച്ചു നിൽക്കും, ഒന്നിനും പിടിക്കില്ല. ഡിപ്രഷൻ ഇന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന രോഗം ഡിപ്രഷനാണ്. എല്ലാവർക്കും രോഗമാണ്, മെൻ്റൽ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുക. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, മെൻ്റൽ ഡിപ്രഷനാണ്. കാരണം മനസ്സിന് ശക്തി കൊടുക്കുന്ന അഭിഷേകം അവന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ഷോക്ക് അടിച്ചാൽ പെട്ടെന്ന് തീർന്നു. വീട്ടിലാരെ മരിച്ചാൽ മതി, പിറ്റേ ദിവസം മുതൽ മെൻ്റലായി. ഒരു അപകടത്തിൽ പെട്ടാൽ മതി, മെൻ്റലായി. ഭയമടിച്ചു. വീട്ടിൽ ദുരിത കടബാധ്യത വന്നു, മെൻ്റലായി. അധികാരികളൊന്ന് അവഗണിച്ചു,
ഭയമായി, ഉറക്കമില്ല, ഒന്നുമില്ല, മനസ്സ് തളർന്നു പോവുക. ഈ മനസ്സ് തളരുന്നത്, മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മളല്ല. ആളുകൾ ഉപദേശം കൊണ്ട് ശക്തിപ്പെടുത്താൻ നോക്കരുത്. പ്രസ്ലോഷ് ഉപദേശം കൊണ്ടല്ല, അഭിഷേകം കൊണ്ടാണ് ഇത് ശക്തിപ്പെടുത്തുന്നത്. പ്രസ്ലോഷ് പരിശുദ്ധാത്മാവിന് മാത്രമേ നിന്റെ മനസ്സിനെ ഏത് സമയത്തും ഉയർത്തി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അവിടെ നീ അഭിഷേകം നേടിയെടുത്തെങ്കിലേ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല, നിനക്കൊരിക്കലും പറ്റില്ല. അതാണ് നിന്റെ പ്രശ്നം. അതാണ് നീ തന്നെ നിന്നെ ഉയർത്താൻ നോക്കുന്നു. എനിക്കറിയോ, ഈശോദൻ എനിക്കൊന്നും വലിയ കൃപയുണ്ട്. പ്രൈസലോഷ് ഞാൻ ആരെ ആശ്രയിക്കാറില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആരുടെയും പുറകെ പോകാറില്ല, ഒന്നിനും പോകാറില്ല. പ്രൈസലോഷ് അതിൻ്റെ കാരണം ഞാൻ പഠിച്ചത്, മനുഷ്യൻ്റെ അടുത്ത് പോയാൽ നമ്മൾ അല്പം കൂടെ താഴ്ത്തു പോകും. പ്രൈസലോഷ് അവൻ്റെ ഉപദേശം കേട്ടാൽ നമ്മൾ ഉള്ള സമാധാനം കൂടെ നമ്മുടെ പോകും. പ്രൈസലോഷ് നേരെ വെച്ച് ബൈബിൾ തുറന്ന് വായിച്ചാൽ നമ്മളങ്ങ് കയറിപ്പോരും. പ്രൈസലോഷ് ഞാൻ ബൈബിൾ അങ്ങ് തുറന്ന് വായിച്ച് കഴിയുമ്പോണ്ടല്ലോ, ഇരട്ടി പവറോടെ കയറി അങ്ങ് നിൽക്കും. പ്രൈസലോഷ് ഏത് യുദ്ധം, ഏത് കഴുകം വന്നാലും ശരി, ഏത് സിംഹക്കുട്ടി വന്നാലും വേറെ ആരെയും ഞാൻ ഇന്നേ വരെ വിളിച്ചിട്ടില്ല, ആശ്രയിച്ചിട്ടില്ല. അഭിഷേകം നമ്മളെ പിടിച്ചു നിർത്തും. അഭിഷേകം പിടിച്ചു നിർത്തത്. അഭിഷേകം വേണോ? സ്തുതിക്ക്. ഒറിജിനൽ അഭിഷേകം ഒരുക്കി കിട്ടിയാൽ മതി. നല്ല അഭിഷേകം. എനിക്ക് 1995 കിട്ടിയ അഭിഷേകം. കർത്താവിൻ്റെ കരുണയാണ്, അല്ല എൻ്റെ കഴിവൊന്നും കിട്ടിയൊന്നുമല്ല. കരുണ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി തന്ന. പ്രൈസലോഷ് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടപ്പെട്ട് മരിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസലോഷ് പലപ്പോഴും നമ്മൾ കാണാൻ സങ്കടപ്പെടാറുണ്ട് അല്ലേ. ഒത്തിരി സംഭവം ഉണ്ടാകും. ശരിക്കും കടലിൽ നീന്താൻ എന്ത് പഠിച്ചവരാണ്. പ്രൈസലോഷ് എന്തേരം അറിയാം അവർക്ക് കടലെന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമല്ല. കാരണം കടലിൽ, കാരണം അവരെ ഏത് തിരയും മറിവയ്ക്കുന്ന ഒരു കഴിവ്, അത് കഴിവാണ്. പക്ഷേ അതുപോലെ നമുക്ക് കഴിവുകൊണ്ട് പറ്റും. പക്ഷേ ചില അപകടം വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്തറിവുണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല. അഭിഷേകമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർക്ക്. പറഞ്ഞ ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഏത് കടലിനും മീതെ പോകാനും നിനക്ക് സാധിക്കും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നീ അപകടത്തിൻ്റെ കടലിൽ നീ പുറത്തു വന്നിരിക്കുക. 3 ബാലന്മാര് തീക്കുണ്ടത്തിൽ കിടക്കുമ്പോൾ അവർക്ക് അഭിഷേകമുണ്ട്. അഭിഷേകമുള്ളപ്പോൾ തീ അടുക്കില്ലത്, മാറി നിൽക്കൂ. തീക്ക് വരാൻ പറ്റില്ല. പരിശുദ്ധമോ വരട്ടെ. പരിശുദ്ധമോ കൈയടിച്ച് കത്തുന്ന ഹല്ലേലൂയ. ആരാധന അഭിഷേകം. എല്ലാം തുറന്ന് പ്രാർത്ഥിച്ചോണം. എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതരം നിശബ്ദമാക്കിക്കൊണ്ട് ഹൃദയം ചലിപ്പിക്കുക. അതരത്തെ നിശബ്ദമാക്കി ഹൃദയം ചലിപ്പിക്കുക. ഉള്ളു കാണും ദൈവമാണ്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ
നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പാടാം. അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ, അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വിളിച്ചോയേ. അഭിഷേകം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ സമയത്ത് ബന്ധന പ്രാർത്ഥന നടക്കാൻ പോവാണ്, വിടുതലിന്റെ പ്രാർത്ഥന നടക്കാൻ പോവാണ്. മത്തായി 16, 18, 19. എന്തെന്നോ പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിലെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടത് ആയിരിക്കും. സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ മക്കൾ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ബന്ധിക്കുന്ന ഈശ്വര നാമത്തിന്റെ കൽപ്പന ഈ കൂട്ടായ്മയുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഈ ദേശത്തിന്റെ മേൽ, ഇവരുടെ മേൽ എല്ലാം പ്രവർത്തിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, അവയവങ്ങൾ, കുടുംബത്തിൽ, മാതാപിതാക്കൾ, ഈ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പോരുന്ന വഴികൾ ചുറ്റുമൊക്കെ രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങൾ, സംഭവങ്ങളിലൂടെ കടന്നു വരുന്ന നെഗറ്റീവ് സ്പിരിറ്റുകൾ, പൈശാചിക ആത്മാക്കൾ, അശുദ്ധിയുടെ ആത്മാക്കൾ, തിന്മയുടെ ആത്മാക്കൾ, മൊത്തം അരൂപികൾ കൂട്ടത്തോടെ എസ് 22, 22, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ടൊന്ന് ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, 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 ഉയർത്തിപ്പിടിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ, അഴിഞ്ഞു പോകണം, ഇത്ര തന്നെ അഴിയട്ടെ, അഴിയട്ടെ. സാംസോണിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറുകളും എല്ലാം കത്തിക്കരിഞ്ഞ് പോയതുപോലെ ഇപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലെ മുഴുവൻ മക്കളുടെ മേൽ, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16:25 അഭിഷേകം. തടവറയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ബന്ധനങ്ങളും ചകല പൊട്ടിക്കട്ടെ. പാപരോഗ ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. ശ്രമത്തിൽ പാപരോഗ ശക്തികൾ അഴിയട്ടെ. തകർച്ചകളുമായിട്ട് ബന്ധിച്ചു പോട്ടെ, ചങ്ങല പോട്ടെ. ശ്രമത്തിൽ കുടുംബത്തിലെ, മക്കളിൽ, മാതാപിതാക്കൾ, ജീവിതമക്കൾ, ദേശത്ത്, രാജ്യത്ത് പ്രവർത്തിക്കുന്ന സാത്താന്റെ ആത്മാക്കളെ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. ലൂക്കാ 8:30 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥനയും മുഴുകുന്നു. അഭിഷേകം പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു. അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിൽ. അനേക മക്കളുടെ ബന്ധനം അടയാളത്തോടെ പുറത്തു പോകുന്നു. വീണഴിഞ്ഞു പോകട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ, ശബ്ദം അഴിഞ്ഞു പോകട്ടെ, വീണഴിഞ്ഞു പോകട്ടെ, ബന്ധനം അഴിച്ചു പോകട്ടെ, ശബ്ദം ചങ്ങല പൊട്ടിപ്പോട്ടെ.
ഈ കൂട്ടായ്മയിലൂടെ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ജഡിക പാപങ്ങൾ, കൈനോട്ടം, രാഹുകാലം, സാത്താൻ്റെ ആരാധനകൾ, സൈറ്റൻ വർഷിപ്പുകൾ, പൈശാചികത്തിൽ ആരാധിച്ചിട്ടുള്ള മക്കൾ, രഹസ്യമായും പരസ്യമായും സാത്താനെ ആരാധിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവൻ്റെ മേൽ, അവളുടെ മേൽ, കുടുംബം മുഴുവൻ്റെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടപിശാചികൾ, അശുദ്ധാത്മാക്കളെ, പൈശാചിക ശക്തികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, മാറിപ്പോ യേശുനാമത്തെ അടിച്ചു മാറ്റുന്നു. ഈ വചനം കേൾക്കുന്ന മുഴുവൻ മക്കളിലുള്ള കെട്ടടിച്ചു വിടുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മയുടെ മേൽ ദേശം മുഴുവൻ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ, ആകുലതയുടെ, അഹങ്കാരത്തിന്റെ, യുക്തിചിന്തകളുടെ, അവിശ്വാസത്തിന്റെ, എതിർചിന്തകളുടെ, നിരാശയുടെ, തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, 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 ബന്ധിക്കുന്നു. I bind them in the name of Jesus, the name of Jesus, the name of Jesus Christ of Nazareth. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുടുംബത്തെ തകർച്ച, വിവാഹ പ്രശ്നങ്ങൾ, പഠനമേഖല ബന്ധനങ്ങൾ, കുടുംബത്തിലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബം, തകർന്ന കുടുംബം, ഭിന്നതയുള്ള കുടുംബം, പ്രേമബന്ധങ്ങളിൽപ്പെട്ട മക്കള്, അവിഹിത ബന്ധങ്ങളിൽപ്പെട്ട മക്കള്, ആ മക്കളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ രൂപികൾ, ഈ കൂട്ടായ്മയിൽ യുവാക്കൾ, യുവതികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടപിശാചുകളെ ബുദ്ധിയിലും ശരീരത്തിലും മനസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, സാഹചര്യങ്ങളോട്, സംഭവങ്ങളോട്, പഠനത്തിലൂടെ ഒക്കെ കടന്നു തിന്മയുടെ രൂപികൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം ആവസിച്ചിട്ടുണ്ടോ അവരുടെ വളരെ ദുഷ്ടാരൂപിയോട് ഞാൻ ആജ്ഞാപിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുന്നു, ആ മക്കളെ വിട്ട് പുറത്തു പോകണം, നിത്യാന്ധകാരത്തിലേക്ക് കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. The name of Jesus Christ, the name of Jesus Christ, the name of Jesus Christ, the name of Jesus Christ. In the name of Jesus Christ, I break all evil chains. രോഗപീഠകൾ, രോഗപീഠകൾ, ഈ കൂട്ടായ്മയുള്ള മക്കളുടെ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ രോഗപീഠകളെ വലയുന്ന മക്കളാരെല്ലാം ഉണ്ടോ, ആ മകന്റെ മേൽ, ആ മകളുടെ മേൽ, ആ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന മാരക രോഗത്തെ, പൈശാചിക ശക്തിയെ, ആ കുഞ്ഞിന്റെ മേൽ, ആ രോഗത്തോട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ രോഗം ആ മക്കളെ വിട്ടുപോകണമെന്ന് കൽപ്പിക്കുന്ന ശ്രമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന മാറിപ്പോട്ടെ. യേശു നാമത്തെ അഴിച്ചുവിടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ തലച്ചോറ് ട്യൂമർ, കരൾ ട്യൂമറിൽ, ലിവറിൽ ട്യൂമറുണ്ട്, ലങ്സിന് ട്യൂമർ, കിഡ്നിക്ക് ട്യൂമർ, ഉദരത്തിൽ ട്യൂമർ, ക്യാൻസർ ട്യൂമർ, ശരീരത്തിൽ ഏതെല്ലാം കോശത്തിരിപ്പുണ്ടോ ആ ട്യൂമറുകളെ കൂട്ടത്തോടെ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, യേശുക്രിസ്തു നാമത്തിൽ ബന്ധിച്ചിരിക്കുന്നു, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. 8:30 ബഹിഷ്കരിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കൾ ആരിലല്ല കുടുംബങ്ങളിൽ ഓട്ടിസം കുഞ്ഞുങ്ങളുണ്ട്, ഓട്ടിസം വായിച്ച കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് ഈ കൂട്ടായ്മയിലുള്ള വന്നിരിക്കുന്ന നൂറുകണക്കിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ലോകം മുഴുവനുള്ള ഒട്ടിസ്റ്റ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബങ്ങളെ സമർപ്പിച്ച്, മാതാപിതാക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയെ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം എന്ന ആ രോഗത്തെ, ബന്ധനത്തെ യേശുനാമത്തിൽ അഴിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ അടഞ്ഞ നാവ് തുറക്കപ്പെടട്ടെ, അടഞ്ഞ ചെവികൾ തുറക്കപ്പെടട്ടെ, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തു നാമത്തിൽ ഒറ്റ വിളിച്ചോ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികളുടെ രോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളുടെ പൈശാചിക രോഗപീഠകൾ, ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കാരം അറിയട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, അത്ഭുതം സംഭവിക്കട്ടെ, കൃപയോടുകട്ടെ, പരിശുദ്ധമായ ശക്തി അവരുടെ തരട്ടെ, പരിശുദ്ധമായി ഇറങ്ങട്ടെ, മക്കളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് കൽപ്പിക്കുന്നു.
ഈ കൂട്ടായ്മയുള്ള മക്കളിൽ കുടുംബങ്ങളുള്ള മദ്യപാനത്തിൻ്റെ ബന്ധനം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം ഉണ്ടോ, ഈ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ, മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ, കഞ്ചാവ്, പുകവലിക്ക് തടിമപ്പെട്ട മക്കൾ, അവരുടെ മേൽ ഒത്തിമേണ്ട ശക്തികളെ മുഴുവൻ അടിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധമ ശക്തി ഇറങ്ങട്ടെ, ശക്തിയോടെ ഇറങ്ങട്ടെ. ഒറ്റ വിളിച്ചോ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ